നമസ്കാരം. ന്യൂസ് ബുക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും പഞ്ചായത്തും ചേർന്ന മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വേസ്റ്റിന് നിർമ്മാർജ്ജനം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി പഞ്ചായത്ത് തല വിജിലൻസ് വിഭാഗം അഞ്ചൽ പ്രദേശത്ത് മുഴുവൻ പരിശോധന നടത്തും. അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കടകളും അധികാരികൾ കണ്ടെത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു. അഞ്ചൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാതല വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ നിരവധി നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. യാതൊരുവിധ ശുചിത്വവുമില്ലാത്ത രീതിയിലാണ് ബൈപ്പാസ് കേന്ദ്രീകരിച്ച് ചില ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ നമ്പർ ലൈസൻസ് ആണ് ഇതൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പരും ഇല്ല, ലൈസൻസും ഇല്ല, എല്ലാം നടക്കുക. അഞ്ചലിലെ പ്രധാനപ്പെട്ട വിവിധ സ്കൂളുകളിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി. ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ഗ്ലാസുകളും പ്ലേറ്റുകളുമാണ് ഈ ഹോട്ടലുകളിൽ ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യവകുപ്പ് കൃത്യമായി പരിശോധന നടത്താത്തതാണ് ഈ നിയമലംഘകർക്ക് ഒരു പരിധിവരെ ജനങ്ങളെ കബളിപ്പിക്കാൻ കാരണമാകുന്നു എന്നതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തുവാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് വിജിലൻസ് ഓഫീസർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നിയമലംഘനം നടത്തിയവർക്ക് യാതൊരുവിധ പരിഗണന നൽകാതെ പിഴ ചുമത്തുകയും ചെയ്തു. പ്രദേശത്തെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലെന്നാണ് വിജിലൻസ് ഓഫീസർ പറഞ്ഞത്. ഇനിയും വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജിലൻസിന്റെ പരിശോധന ഉണ്ടാകുമെന്ന് വിജിലൻസ് ഓഫീസർ ലാൽകുമാർ സാർ നമ്മോട് പറയുന്നു. മാലിന്യമുക്ത നവകേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെക്കിംഗ് ആയിരുന്നു ജില്ലാ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഇവിടെ അഞ്ചൽ പഞ്ചായത്തിൽ നടന്നു. പല കടകളിലും പ്രോപ്പറായിട്ട് മാലിന്യ സംസ്കരണം നടക്കാതിരിക്കുകയും ചില സ്ഥലങ്ങളിലെ കടകളിൽ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കച്ചവടം ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഇത് ഇനിയും തുടർ ചെക്കിങ്ങുകൾ ഉണ്ടാവും. ആ സമയത്ത് ഇനി ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വലിച്ചെറിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ മാർച്ച് 30 നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ജില്ലയിൽ നിന്ന് വിജിലൻസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടക്കും. പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലുമുള്ള മറ്റു സ്ക്വാഡുകൾ ചെക്കിംഗ് നടക്കുന്നത് കൂടാതെയാണ് ഇത് നടന്നിരിക്കുന്നത്. അതിലെടുക്കാത്ത ആക്ഷനുകൾ എടുക്കുന്നതിന് വേണ്ടിയാണ്. അത് ഇനിയും തുടരും. മാർച്ച് 30 തന്നെ നമ്മൾ കേരളം സമ്പൂർണ്ണമായി വലിച്ചെറിമുക്ത കേരളമായി മാറേണ്ടതായിട്ടുണ്ട്. കോടതിയുടെ കർശന നിർദ്ദേശവും ഉണ്ട്. ആയതുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനിയും ശക്തമായ ചെക്കിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ലഹരി വ്യാപനം തടയുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പത്തടിയിലെ PPTM LPS സ്കൂളിൽ മാതൃക കാണിച്ചിരിക്കുകയാണ്. കലാലയങ്ങളിലെ ലഹരി വ്യാപനത്തിനെതിരെ പത്തടി PPTM LP സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പത്തടി കാഞ്ഞിമലിൽ നടത്തി. ബോധവൽക്കരണ നൃത്തം, കവിത, പ്രതിജ്ഞ തുടങ്ങിയവ കുട്ടികൾ അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീ MB നസീർ ഉദ്ഘാടനവും ഹെഡ്മിസ്റ്റർ സോണി AR നന്ദിയും രേഖപ്പെടുത്തി. സ്കൂൾ PTA പ്രസിഡന്റ് നിസാർ പത്തടി, PTA, MPTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വെടിയണം, തടയണം,
ലഹരിയെ തുരത്തണം പതുങ്ങി പുകഞ്ഞു തീരും മക്കൾ എന്നു കാവല